വയനാട് മാനന്തവാടി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിച്ച ജില്ലാ ഭരണകൂടം. കളക്ടർ DR മേഘശ്രീ ഭൂമിയുടെ അവകാശികളുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തി. സ്ഥലപരിശോധന നടത്തിയ ശേഷം തുടർ ചർച്ചകൾ നടത്താനാണ് നിലവിലെ തീരുമാനം. പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വനം വകുപ്പ് അവകാശം ഉന്നയിച്ചതോടെ തുടങ്ങിയ നിയമ പോരാട്ടമാണ് കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം. 1976 തുടങ്ങിയ തർക്കം ഇന്നും അവസാനിച്ചിട്ടില്ല. 10 വർഷത്തോളമായി ഭൂമി തിരിച്ചുകിട്ടാൻ വയനാട് സിവിൽ സ്റ്റേഷന് മുൻപിൽ സമരം നടത്തുകയാണ് തൊട്ടിൽപ്പാലം കട്ടക്കയത്തിൽ ജെയിംസ്. ജെയിംസിന്റെ ഭാര്യാപിതാവ് ജോർജിന്റെ സഹോദരൻ കോട്ടയം സ്വദേശിയായ ജോസാണ് 1967 പഴയ തൊണ്ടനാട് വില്ലേജിൽപ്പെട്ട 12 ഏക്കർ ഭൂമി വാങ്ങുന്നത്. ഇതിൽ 6 ഏക്കർ സഹോദരൻ ജോർജിന് നൽകി. നികുതി അടച്ചുകൊണ്ടിരുന്ന ഭൂമി 1976 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് നിയമം ഉപയോഗിച്ച് വനം വകുപ്പ് പിടിച്ചെടുക്കുന്നത്. പിന്നീട് തുടങ്ങിയ നിയമ പോരാട്ടം 49 വർഷത്തോടടുക്കുകയാണ്. 2012 ജോർജ് മരിച്ചെങ്കിലും ജെയിംസും കുടുംബവും സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇത്രയും സമയം അവിടെ ഇരുന്ന സാറിൻ്റെ അടുത്ത് എല്ലാ റെക്കോർഡുകളും കാര്യങ്ങളും വെച്ച് നോട്ടിഫിക്കേഷൻ, കസറ്റ് വിജ്ഞാപനം, എങ്ങനെ വന്നു, എവിടെ വന്നു, ഭൂമിയുടെ രേഖ, വില കൊടുത്തത്, മേടിച്ചതെല്ലാം കാണിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി ഇതല്ല ഭൂമി. ഏതാണ് ഭൂമി എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. 10/5/71 കേരളത്തിൽ വനം വേണമെന്ന നിയമം വന്നത്. ജോർജിൻ്റെയും ജോസിൻ്റെയും ഭൂമി 67 വില കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ 71 നിയമം വന്നതിന് മുമ്പ് മേടിച്ച ഭൂമി ഒരിക്കലും 71 പരിധിയിൽ വരില്ല. പരിഹരിക്കേണ്ട ഒരു വഴി ഞാൻ പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ വില തരികയാണെങ്കിൽ അത് ആദ്യമേ കോടതിയെ അറിയിച്ചുകൊണ്ട് നമ്മൾക്ക് വില തരിക, എന്നിട്ട് ഭൂമിയുടെ വില നിശ്ചയിക്കാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് വില കെട്ടിയാൽ നിയമക്കുരുക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിന് നഷ്ടപ്പെട്ട 112 ഏക്കറോളം ഭൂമിക്ക് പകരമായാണ് ഈ ഭൂമി പിടിച്ചെടുക്കുന്നതെന്നുള്ളതാണ് ആരോപണം. അത് 112 ഏക്കർ സ്ഥലം വരും. അതിനകത്ത് ഏതോ കുറേ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭൂമിയുടെ അളവൊപ്പിക്കാനാണ് നമ്മളുടെ ഭൂമി അവർ ഒരു രേഖ റദ്ദുകളിൽ വിധി ഉണ്ടാക്കി, കള്ള സ്കെച്ച് ഉണ്ടാക്കി, വ്യാജ റെക്കോർഡ് ഉണ്ടാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഭൂമി അല്ല ഈ ഭൂമി എന്ന് നമ്മൾ സാറിൻ്റെ മുന്നിൽ തെളിയിച്ച് കഴിഞ്ഞു. അമിക്കസ് ക്യൂറി വന്നാൽ മതിയായിരുന്നു. ഈ 10 വർഷം പോയിട്ട് 10 ദിവസം വേണ്ട ഈ കേസ് തീരാൻ. അത് നമ്മളെ കേശവേന്ദ്രകുമാർ എന്ന് പറയുന്നുണ്ടല്ലോ. അമിക്കസ് ക്യൂറി വന്നാൽ ഭൂമി ഏതാണെന്ന് കണ്ടുപിടിക്കും, നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഭൂമി ഏതാണെന്ന് കാണും, നിങ്ങളുടെ ഭൂമി ഏതാണെന്ന് കാണും എന്ന് കൃത്യമായി എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതൊന്നും വരാത്തതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥ വനഭൂമി മറ്റൊരാളുടെ കൈവശം ഇരിക്കുവാണ്. ഇവർ ഭൂമി മാറ്റിക്കൊടുത്തതാണ്. ഇടത് വലത് മുന്നണികളും യുവജന സംഘടനകളും ഒരു കാലത്ത് സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. ഇന്ന് ഒരാളും സമരത്തെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. എന്നെങ്കിലും സ്വന്തം ഭൂമി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് മലയാളം, വയനാട്.